ഹലോ, നമസ്കാരം. ഒരുപാട് 5 വർഷം 6 വർഷത്തോളമുള്ള കാത്തിരിപ്പിന് ഇന്ന് വിരാമമായിരിക്കുകയാണ്. അതിനാദ്യമായിട്ട് നന്ദി പറയേണ്ടത് തരുൺ മൂർത്തി എന്ന ഗ്രേറ്റ് ഡയറക്ടർക്കാണ്. ഇന്ന് എന്റെ പ്രിയ സുഹൃത്ത് ബിനോജ് അവിട്ടത്തൂർ എന്നോട് ഫസ്റ്റ് ഷോ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയൊരു ശബ്ദമുണ്ട്, വില്ലൻ. തുടരും എന്ന ചിത്രത്തിലെ വില്ലന്റെ ശബ്ദം NF വർഗീസിന്റെ ശബ്ദത്തിനോട് സാദൃശ്യമുള്ള ശബ്ദം. പിന്നെ ലാലേട്ടന്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്ന അടിപൊളി സിനിമയാണെന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നു 1:30 ഷോയ്ക്ക് എടപ്പാൾ ശാരദ മൂവീസിൽ. അപ്പോ ബിനോജിന്റെ അഭിപ്രായം കൂടി കേട്ടപ്പോൾ ഒന്നും ചിന്തിച്ചില്ല, വേഗം തിയേറ്ററിലെത്തി. തിയേറ്ററിൽ സിനിമ കണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം ഇത്രയും കുറെ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ ഒരു സിനിമ കണ്ണും നിറച്ചു, മനസ്സും നിറച്ചു. എന്താ പടം! ഷൺമുഖമായി ലാലേട്ടൻ നിറഞ്ഞാടിയ ചിത്രം. KR സുനിലിന്റെ തിരക്കഥ, KR സുനിലും തരുൺ മൂർത്തിയും ചേർന്ന് എഴുതിയ തിരക്കഥ. ശരിക്കും സിനിമ എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മള് എന്റെ അഭിപ്രായത്തിൽ ദൃശ്യത്തെക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് ഈ തുടരും എന്ന സിനിമ. ലാലേട്ടന്റെ ബറോസ് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. ബറോസ്, വാലിബൻ, അത് മലൈക്കോട്ടെ വാലിബൻ, പിന്നെ അതുപോലെ തന്നെ മരക്കാർ, അങ്ങനെ ഈ ഒരുപാട് അപൂർണങ്ങളായ ചിത്രങ്ങൾ. പക്ഷെ എന്തായാലും തുടരും, ലാലേട്ടൻ യുഗം ഇനിയും ബാക്കി നിൽപ്പുണ്ട്. ലാലേട്ടൻ തുടരും. ഇതിന്റെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇർഷാദ് ലാലേട്ടന്റെ കയ്യോട് കൈയായിട്ട് വന്നിട്ടുള്ള കഥാപാത്രം ഗംഭീരമായി. മണിയമ്പിള്ള രാജു, അതുപോലെ തന്നെ ശോഭന മാം അടിപൊളിയായി. എല്ലാ കാസ്റ്റിംഗ് അല്ല, മോഹൻലാലിന്റെ മോനായിട്ട് അഭിനയിച്ച ഇർഷാദിന്റെ കാര്യം പറഞ്ഞു. പിന്നെ വില്ലൻ പ്രകാശ് വർമ്മ എന്നാണ് പേര്, ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടു. ലാലേട്ടന്റെ ഒപ്പം കട്ടക്ക് കട്ട. പിന്നെ കുതിരോട്ടം പപ്പു ചേട്ടന്റെ മോൻ ബിനു പപ്പു അതിഗംഭീരമായിട്ടുണ്ട്. അവർക്കൊക്കെ ശരിക്കും നല്ല റോളുകളാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ യാതൊരുവിധ നെഗറ്റീവും പറയാൻ പറ്റാത്ത ഒരു സിനിമ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടു, ലാലേട്ടന്റെ തുടരും. അപ്പോ ലാലേട്ടൻ ഇനിയും ഇവിടെ തന്നെയുണ്ട്. ലാലേട്ടൻ യുഗം. അപ്പൊ ലാലേട്ട ഇനി ഇതിൽ നിന്ന് മാറിപ്പോകേണ്ട. ലാലേട്ടന്റെ കോടികളുടെ കണക്കുകളിലുള്ള സിനിമകളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതുപോലെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള നല്ല തിരക്കഥയിൽ, നല്ല കഥയിൽ, നല്ല സംവിധായകരുടെ കീഴിൽ കിലുക്കം പോലെ, ചിത്രം പോലെ, കിരീടം പോലെ, സതയം പോലെ, അങ്ങനെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ഞങ്ങളുടെ കണ്ണ് നനയിക്കുന്ന, മനസ്സ് നിറയ്ക്കുന്ന ഇത്തരം സിനിമകളാണ് ലാലേട്ട ഞങ്ങൾക്ക് വേണ്ടത്. തരുൺമൂർത്തി, ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് ഒരുപാട് താങ്ക് യു വെരി മച്ച്.